ഹലോ, നമസ്കാരം, നമസ്തേ. ഈ പ്രത്യേക മെഡിക്കൽ റിസർച്ച് ബുള്ളറ്റിൻ അറിവ് പകർന്നു നൽകാൻ വേണ്ടി മാത്രം, ചികിത്സയല്ല, ഇൻഫോർമേഷൻ പർപ്പസ് ഓൺലി, ലീഗൽ വാർണിംഗ്, ഡിസ്ക്ലൈമർ ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ്. ഇന്ന് ഈ പ്രത്യേക മെസ്സേജ് അയക്കുന്നതും സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, പ്രിൻസിപ്പൽ സയന്റിസ്റ്റ്, ഡയറക്ടർ AIMRC, ഇന്റർനാഷണൽ പ്രസ്റ്റീജ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആദ്യമായി ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 6, 2026. ഇന്ന് ഞങ്ങളുടെ വൈദ്യശാസ്ത്ര ഗവേഷണ ജീവിതത്തിലെ വളരെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. ക്യാൻസർ എന്ന് പറയുന്ന അർബുദം, നസൂർ എന്ന് പറയുന്ന ആ മഹാരോഗത്തെ പിടിച്ചുകെട്ടാൻ നിങ്ങളെല്ലാം പേപ്പറിലും മീഡിയയിലും വായിച്ചു കാണും. രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലെ 2 ലേഡീസ് അഥവാ വനിതാ ഗവേഷകർ ക്യാൻസർ എന്തുകൊണ്ട് വീണ്ടും വരുന്നു, അർബുദം എന്തുകൊണ്ട് ചികിത്സ കഴിഞ്ഞ് വീണ്ടും വരുന്നു, ഭേദമായാലും എന്ന് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. അതിലുപരി ക്യാൻസർ വരുന്നത് സെല്ലുകളിലേക്ക് വേണ്ടത്ര ഓക്സിജൻ എത്താത്തതും പ്രാണവായു എത്താത്തതും ഒപ്പം അയൺ ഡെഫിഷ്യൻസിയും അതിനോടൊപ്പം രോഗപ്രതിരോധ ശക്തി അപകടകരമായി കുറഞ്ഞിട്ടാണെന്നും ഗവേഷകരായി ഞങ്ങൾ വർഷങ്ങളായി നിഗമനത്തിൽ എത്തിയിരുന്നു. പക്ഷേ ഇതിനൊരു പ്രധാനപ്പെട്ട ജനിതക കാരണം കൂടി ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ക്യാൻസർ ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ 23 ജോഡി ക്രോമോസോമുകളിൽ 17ാമത്തെ ക്രോമോസോമിനെയാണെന്നും അത് 12 to 17 വരെ ഈ ക്യാൻസർ എന്ന് പറയുന്ന ഗുരുതരാവസ്ഥയിൽ നമ്മളുടെ ലൈഫിന്റെ പ്ലാൻ, ഒരു സിവിൽ എഞ്ചിനീയറുടെ പ്ലാൻ പോലെ നമ്മുടെ പ്ലാനാണ് ഈ ക്രോമോസോമുകളും ജീനുകളും. അപ്പോൾ 12, 13, 14, 15, 16, 17 തുടങ്ങിയ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് 17ാമത്തെ ക്രോമോസോം, ജോഡി ക്രോമോസോമിനെയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതിനെ ഓർത്തോ മോളിക്കുലാർ മെഡിസിൻ കനഡ ആ ടേമിൽ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഇത് ജെനിറ്റോട്രോപിക് ഡിസീസായാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഓരോ മനുഷ്യനും ക്യാൻസർ പിടിപെട്ടാൽ അമിത പോഷണത്തിന് വേണ്ടി ആ രോഗിയുടെ ശരീരം കേഴുന്നു. നമ്മളത് അറിയുന്നില്ല. ഈ 17ാമത്തെ ക്രോമോസോം മൊസൈക്ക് ഡൗൺ സിൻഡ്രോം ബാധിക്കുന്നത് 17ാമത്തെയാണ്. അതിൽ അൽഷിമർ ബാധിക്കുന്നത് 19ാമത്തെ ജനിതകത്തെയാണ്. 21ാമത്തെ ക്രോമോസോം 2 ജോഡിക്ക് പകരം 3 ജോഡി ഉണ്ടാകുന്നതാണ് ട്രൈസോമി ഡൗൺ സിൻഡ്രോം. 23ാമത്തെ ക്രോമോസോമുകളെയും ചില ഡൗൺ സിൻഡ്രോം ചില അപൂർവ രോഗങ്ങളിൽ ബാധിക്കപ്പെടുന്നു. പക്ഷേ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതലുള്ള മനോരോഗികൾ ആ വിഭാഗത്തിൽപ്പെടുന്ന സ്കിസോഫ്രീനിയ ബൈപ്പോളാറിൽ 1, 4, 12 ജനിതകത്തെയാണ് ബാധിക്കുന്നത്. ഇങ്ങനെ ഓരോ ഗുരുതര അപൂർവ രോഗങ്ങൾക്കും അത് നമ്മളുടെ ജനിതകപരമായ വശങ്ങളെ, ക്രോമോസോമിനെ, ജീനിനെ ബാധിക്കുന്നുണ്ടെന്ന് ഗവേഷകരായി ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് മിക്ക മെഡിക്കൽ ഗവേഷകരും ജനിതക ശാസ്ത്രം പിന്തുടരാതെ വെറും ചികിത്സയിലും അതിൻ്റെ കാരണം കണ്ടെത്തി ബ്ലഡ് ടെസ്റ്റ് സ്കാനിങ്ങിലും അതിലൂടെ പലപ്പോഴും പാർശ്വഫലങ്ങളുള്ള ചികിത്സകളാണ് ക്യാൻസർ ചികിത്സയ്ക്ക് നൽകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഗവേഷക വിദ്യാർത്ഥികൾ ഇനി ജനിതക കാരണങ്ങൾ കൂടി പഠിക്കണമെന്നും ഒപ്പം അമിത പോഷണങ്ങൾ ഈ 17ാമത്തെ ക്രോമോസോമിനെ ബാധിക്കുമ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട അയൺ, മാഗ്നീഷ്യം, സിങ്ക് എന്ന ധാതുക്കളും B12 കൊബാലമിനും B17 എന്ന് പറയുന്ന അമിഗ്ഡാലിൻ എന്ന വിറ്റാമിനും ഒപ്പം കാൽസ്യം എന്ന് പറയുന്ന പ്രധാന ധാതുവും ഈ ക്യാൻസർ ചികിത്സയിൽ വളരെയധികം പ്രാധാന്യമാണ്. ഇത് ഇവരുടെ ശരീരത്തിൽ ചിലപ്പോൾ അപകടകരമായി കുറവായിരിക്കും. പക്ഷേ ഈ ന്യൂട്രീഷൻ തെറാപ്പിയോ ജെനിറ്റോട്രോപിക് എന്ന
ശരീരത്തിന് വേണ്ട അമിത പോഷണങ്ങളെപ്പറ്റി ഒരു ഡോക്ടറോ ഒരു ഗവേഷകനോ പലരും പഠിക്കാത്തത് കൊണ്ട് എല്ലാവരും ഇന്ന് ക്യാൻസർ ഗവേഷണത്തിൽ തട്ടിയും മുട്ടിയും നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പോഷണ ചികിത്സയിൽ ഓർത്തോ മോളിക്കുലാർ മെഡിസിനിൽ വിശ്വസിക്കുക. ക്യാൻസർ രോഗികൾക്ക് അമിത പോഷണം ആവശ്യമാണ്. അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ പറഞ്ഞ വൈറ്റമിനുകളും മിനറൽസും അമിനോ നൈട്രിക് ഫാറ്റി ആസിഡുകളും മാക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള കൊഴുപ്പും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ആവശ്യത്തിനുണ്ടോ, ആവശ്യത്തിന് ജലാംശമുണ്ടോ? ഇവർക്ക് മിക്ക ക്യാൻസർ രോഗങ്ങളിലും 40% ഇവരെ സൈക്കോ അഥവാ മനസ്സിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ക്യാൻസറിലെ ആധുനിക ക്യാൻസർ രോഗങ്ങളെ നമുക്ക് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് വിളിക്കാം. മനസ്സിന്റെ ആരോഗ്യം കൂടി മനക്കരുത്ത് കൂടി നഷ്ടപ്പെടുമ്പോൾ ക്യാൻസർ രോഗിയും അവരെ ചികിത്സിക്കുന്ന കുടുംബവും പെടാപ്പാടുപെടുന്നു. ഈ പ്രത്യേക മെഡിക്കൽ ബുള്ളറ്റിൻ അയക്കാൻ കാരണം ഇന്ന് ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ക്യാൻസർ രോഗം പടർന്ന് പന്തലിക്കുകയാണ്. ഈ അവസ്ഥയിൽ പോയാൽ 2040 ആകുമ്പോൾ കേരളത്തിലെ ഒരു 20 മുതൽ 30% മനുഷ്യർ വരെ ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസർ രോഗികളായി മാറാം. ഇതിൽ ബ്രെയിൻ ഗ്ലയോമ, ലങ്സ് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ എന്നിവ ഗുരുതര ഭവിഷ്യത്തുകളാണ് ജനങ്ങളിൽ അഥവാ രോഗികളിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ക്യാൻസർ വരാതിരിക്കാൻ നിങ്ങളുടെ ജനിതകപരമായ വല്ല പ്രശ്നങ്ങളുണ്ടോ, അമിത പോഷണം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് വിറ്റാമിൻസ് മിനറൽസ് ഏതെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടോ, മാക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തെളിയിക്കപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ അമിത പോഷണ ചികിത്സയിലേക്ക് ശ്രദ്ധ തിരിക്കുകയും നിങ്ങൾ ജനിതക കാരണങ്ങൾ അതിനെപ്പറ്റി പഠിക്കുകയും ഓരോ മെഡിക്കൽ വിദ്യാർത്ഥിയും ഓരോ പേഷ്യൻ്റ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ രോഗികളും ഈ ജനിതക കാരണങ്ങളെപ്പറ്റി പഠിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. താങ്ക് യു. ഇതൊരു അറിവ് പകർന്നു നൽകാൻ വേണ്ടി മാത്രം www.worldrehabilitationorganization.com നിങ്ങളുടെ സൗജന്യ കുറികൾക്ക് ആരോഗ്യ research@gmail.com. ലോക സമസ്ത സുഖിനോ ഭവന്തു, വസുദൈവ കുടുംബകം. ഓൺലി ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ്, നോട്ട് ഫോർ മെഡിസിനൽ യൂസ്. താങ്ക് യു.